മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നാം ഈ ദിവസങ്ങളിൽ കത്തോലിക്ക സഭയുടെ ഇടയനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാടിലുള്ള ദുഃഖാചരണത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന പാപ്പായുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് പാപ്പായുടെ ആത്മാവിനെ സ്വർഗസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്, വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ നവീകരണത്തിനാവശ്യമായ ഒരു നല്ല ഇടയനെ തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് നമുക്ക് യാചിക്കാം. ഏറെ പ്രത്യേകതകൾ കൊണ്ട് സമ്പന്നമാണ് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞുള്ള ആദ്യ ഞായറായ ഇന്ന്. കാരണം തിരുസഭ ഇന്ന് പുതു ഞായറായും ദൈവകരുണയുടെ ഞായറായിട്ടും ഇന്ന് ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ, അല്ലെങ്കിൽ ഭാരത മക്കൾക്ക് ക്രൈസ്തവ വിശ്വാസം പകർന്നു നൽകിയ തോമാസ് സ്ലീഹായുടെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ അനുസ്മരണ ദിനം കൂടിയാണ് ഇന്ന്. അതിനാൽ ക്രൈസ്തവരായ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. പുതുഞായറിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മാമോദീസ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ പുതുഞായർ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം കത്തോലിക്ക സഭയുടെ അതിപ്രധാനമായ കാലഘട്ടമായ നോമ്പ് കാലഘട്ടത്തിലൂടെ ഈ മാമോദീസ സ്വീകരിക്കാനുള്ളവർ ഏറ്റവും അടുത്തൊരുങ്ങി, അതോടൊപ്പം തന്നെ മിശിഹായുടെ പെസഹാ രഹസ്യത്തിലും ദുഃഖവെളിയിലും പങ്കുചേർന്ന് അവർ ദുഃഖശനിയാഴ്ച അവർ മാമോദീസായിലൂടെ സഭയിലെ പുതിയ അംഗങ്ങളായിട്ട് മാറുകയാണ്. തുടർന്ന് അവർ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് സാക്ഷികളായി, അതിനുശേഷം അവർക്ക് മാമോദീസായിലൂടെ ലഭിച്ച വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് അവർ ആരാധനാ സമൂഹത്തോടൊപ്പം ബലിയർപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുതുഞായറിൻ്റെ സവിശേഷത. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ദാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തു നൽകുന്ന പുതിയ ജീവിതത്തിലും സമാധാനത്തിലും ഞാനും നിങ്ങളുമെല്ലാം പങ്കാളികളാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുതുഞായർ ആഘോഷം. അതോടൊപ്പം ഇന്ന് ക്രൈസ്തവ പാരമ്പര്യത്തിൽ ദൈവകരുണയുടെ ഞായറായി നാം ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ അനന്ത കരുണയെക്കുറിച്ചും ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ എടുത്തു കാണിക്കുന്ന തിരുവചന വായനകളാണ് ഇന്ന് നാം ശ്രവിക്കുക. ദൈവകരുണയുടെ ഏറ്റവും വലിയ പ്രകാശനമായിരുന്നു പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. പുത്രനായ ഈശോ മിശിഹ തൻ്റെ പീഡാസഹനവും ഉത്ഥാനവും വഴിയായി നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുകയാണ്. കാരണം പിതാവായ ദൈവം ഈ ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചിരുന്നു. പുത്രനായ ഈശോ മിശിഹ സ്ഥാപിച്ച് നൽകിയ കൂദാശകളുടെ അനുസ്മരണങ്ങൾ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് അനന്തമായി ഒഴുകപ്പെടാനുള്ള ഓരോരോ അവസരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 4-ാം തിരുവചനം മുതൽ നമുക്ക് ഒരു കാര്യം കണ്ടെത്താൻ കഴിയും. യെശയ്യാ പ്രവചിക്കുകയാണ്, ഇസ്രായേലിൻ്റെ രക്ഷകൻ ദൈവമാണ് എന്ന്. പ്രകാരം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് ഏറെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന വാക്കുകളായിരുന്നു യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ. അപ്രകാരം ദൈവത്തിൻ്റെ കരുണ തങ്ങളുടെ ജീവിതം വഴിയായിട്ട് ഇസ്രായേൽ ജനത അനുഭവിച്ചറിയുകയാണ്. അതുപോലെ അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമുക്ക് ആദിമ ക്രൈസ്തവ സമൂഹം അനുഷ്ഠിച്ചു പോന്നിരുന്ന ഭൗതിക കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കാരുണ്യവും ദയയും സ്നേഹവുമൊക്കെ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥനയിൽ എന്നിവയിലെല്ലാം അവർ ഒന്നിച്ച് നിന്നിരുന്നു. ഒരൊറ്റ സമൂഹമായിട്ട് അവർ മാറിക്കഴിഞ്ഞു എന്ന് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്: മിശിഹ ലോക സൃഷ്ടിക്ക് മുമ്പുള്ളവനാണെന്നും എല്ലാം അവരിലൂടെ സൃഷ്ടിക്കപ്പെട്ടുവെന്നും, അതോടൊപ്പം തന്നെ മിശിഹ സഭയുടെ ശിരസും നമ്മുടെ രക്ഷയുമായി മാറി എന്ന് പൗലോസ് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്.
ഇന്നത്തെ സുവിശേഷ ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ മിശിഹ തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്ന മനോഹരമായ ഒരു രംഗമാണ് വിവരിക്കുക. യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യ സമൂഹത്തിന് മുന്നിൽ ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈശോ അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തിയ ശേഷം അവരോട് ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന്. ഇതിനുശേഷം ഈശോ അവർക്ക് പാപമോചന അധികാരം നൽകുകയാണ്. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ക്രിസ്തുവിൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് ശാഠ്യം പിടിച്ച തോമാസ് ശ്ലീഹായ്ക്ക് മുന്നിൽ ഈശോ തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ തോമാസ് ശ്ലീഹ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. നമുക്കറിയാം, സങ്കീർത്തകൻ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ഉപയോഗിച്ച അതേ വാക്കുകളാണ് തോമാസ് ശ്ലീഹ ഇവിടെ ഉപയോഗിച്ചിരിക്കുക. ബൈബിൾ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ തോമാസ് ശ്ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തുവിലുള്ള പരിപൂർണമായ ആശ്രയത്വത്തിൻ്റെ ഉച്ചസ്ഥായിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ തോമാസ് ശ്ലീഹ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം തന്നെയാണ് മിശിഹ എന്ന് ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. തീർച്ചയായും മിശിഹായെ തൊട്ട് അനുഭവിച്ചറിഞ്ഞുള്ള ഈ ഒരു വിശ്വാസമാണ് തോമാസ് ശ്ലീഹായെ ഏറ്റവും വലിയൊരു പ്രേക്ഷിതനാക്കി മാറ്റിയതും വലിയൊരു രക്തസാക്ഷിയാക്കി മാറ്റിയതും. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ തലതൊട്ടപ്പനായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പാരമ്പര്യം നാം അഭംഗുരം കാത്തു സൂക്ഷിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല ക്രിസ്ത്യാനിയാകേണ്ടടുത്ത് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഉദ്ധിതനായ മിശിഹായിലേക്ക് തിരികെ വരുവാനും നമ്മുടെ ജ്ഞാനസ്നാന വ്രതങ്ങളെ നവീകരിക്കുവാനും അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി രൂപാന്തരം പ്രാപിക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ് ഈ പുതുഞായർ. വിശുദ്ധ തോമാസ് ശ്ലീഹായെ പോലെ ക്രൈസ്തവ ബോധ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. യാക്കോബ് ശ്ലീഹായുടെ 2-ാം അധ്യായം സൂചിപ്പിക്കുന്നത് പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് നമ്മുടെ വാക്ക് വഴിയും നമ്മുടെ പ്രവൃത്തി വഴിയും നമുക്ക് ലഭിച്ച ആ ക്രൈസ്തവ വിശ്വാസം മറ്റുള്ളവരുമായി സധൈര്യം പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്ന തീപ്പൊരിയായി മാറട്ടെ എന്ന വിശുദ്ധ ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് ഉത്തേജനം പകരട്ടെ. ഒരിക്കൽ കൂടി പുതുഞായറിൻ്റെയും അതുപോലെ ദൈവകരുണയുടെ തിരുനാളിൻ്റെയും ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.